ഹലോ. ഇന്ന് നവരാത്രി രണ്ടാം ദിവസം മാ ബ്രഹ്മചാരിണി ദേവീനെയാണ് നമ്മളിന്ന് ഉപാസിക്കുന്നത്. മാ ബ്രഹ്മചാരിണി എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാമല്ലോ, നവരാത്രിയിൽ 9 ഭാവങ്ങളാണ് നമ്മൾ വർഷിപ്പ് ചെയ്യുന്നത്. വുമൻഹുഡിൻ്റെ, സ്ത്രീയുടെ. ഇന്നലെ നമ്മൾ കണ്ടു ശൈലപുത്രി, പുത്രിയായിട്ടാണ് വന്നിരിക്കുന്നത്. ഹിമവാന്റെ പുത്രിയായിട്ട് പാർവതി ദേവി ജന്മമെടുത്തിരിക്കുകയാണ് അല്ലേ ഇന്നലെ. ശൈലപുത്രി ആ ഫോമാണ് നമ്മൾ ഇന്നലെ ജന്മമെടുത്തു എന്നല്ല, ഫോമാണ് നമ്മൾ ഇന്നലെ ഉപാസിക്കുന്നത്. കുട്ടി, ബാല്യകാലമാണ്, ബാലികയാണ്. ബാലികയെ പ്രതിനിധാനം ചെയ്താണ് നമ്മൾ വെള്ള പറഞ്ഞത് ഇന്നലെ. അപ്പം ഇന്ന് ബ്രഹ്മചാരിണിയാണ് എന്ന് പറഞ്ഞാൽ കൗമാരം ആയിക്കൊണ്ടിരിക്കുന്നു. കൗമാരത്തിൽ എന്താ നമ്മൾ ചെയ്യുക? പെൺകുട്ടികളൊക്കെ അധികം പഠിക്കാൻ പോവും, നോളജ് ഉണ്ടാക്കും അല്ലേ. നമ്മളെല്ലാവരും എത്രത്തോളം ജ്ഞാനം നമുക്കുണ്ടാക്കും, വിസ്ഡം, പവർ ത്രൂ നോളജ്. ഇതാണ് സ്ത്രീകൾ സാധാരണ രീതിയിൽ കൗമാരപ്രായത്തിൽ ചെയ്യുക. അപ്പം ആ ഒരു കാര്യമാണ് ഇന്ന്. അപ്പം നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാൻ പറ്റുന്നത് അതൊക്കെ പഠിക്കുക. ഈ ഒരു ദുർഗയുടെ ഫോമാണ് കേരളത്തിലൊക്കെ നമ്മൾ ആരാധിക്കുന്നത്. അപ്പോൾ പലയിടത്തും നമ്മൾ വായിച്ചിട്ടുണ്ട്. നമ്മുടെ വിവേകാനന്ദ സ്വാമികൾ പണ്ട് രാമകൃഷ്ണാശ്രമത്തിൻ്റെ ഇതിൽ പ്രതിനിധിയായിട്ട് യാത്ര ചെയ്യുമ്പോൾ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ പോയി തിരിച്ച് വന്നു കഴിഞ്ഞിട്ട് അവിടുത്തെ അനുഭവങ്ങൾ പറയുമ്പോൾ ഇപ്പോൾ ആ അനുഭവം ശരിയാണോ ഇല്ലയോ എന്നുള്ളതല്ല, അന്ന് പറയുമായിരുന്നത്, ഇവിടെ നമ്മളുടെ ചുറ്റിനുള്ള സ്ത്രീകളെല്ലാം ഒന്നില്ലെങ്കിൽ നമുക്ക് അമ്മ, അല്ലെങ്കിൽ നമ്മൾ വിവാഹം കഴിക്കുകയാണെങ്കിൽ ആ സ്ത്രീ നമുക്ക് ഭാര്യ, അത് അങ്ങനെ 2 പേര്, പിന്നെ നമുക്ക് പുത്രിമാർ. ഇങ്ങനെയായിരിക്കും നമ്മുടെ സ്ത്രീകളുമായിട്ടുള്ള ബന്ധം. അപ്പോൾ എ മദർ വിൽ ബി ഓൾവേസ് എ മദർ ആൻഡ് എ വൈഫ് വിൽ ബി ഓൾവേസ് എ വൈഫ് ഇൻ അവർ കൺട്രി. ബട്ട് ഇൻ വെസ്റ്റ് എ മദർ വിൽ ബി ഓൾവേസ് എ മദർ ബട്ട് ഓൾ അതേഴ്സ് ആർ വൈഫ്സ് എന്ന് പറയും സ്വാമിജി. അവിടുത്തെ ആ കണ്ടീഷൻ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതായിരിക്കാം, തമാശ രൂപേണ. അതായത് അമ്മയെ മാത്രമാണ് അവിടെ ഉള്ളവർ അമ്മയായിട്ട് കാണുന്നത്, ബാക്കിയുള്ള സ്ത്രീകളെ എല്ലാം ഭാര്യമാരെ പോലെയാണ് കാണുന്നതെന്ന് എന്ന് പറഞ്ഞാൽ അവർ ഒന്ന് കൈവെക്കും എന്നുള്ള അർത്ഥത്തിൽ, അവർക്കൊരു ബഹുമാനം ഇല്ല എന്നുള്ള അർത്ഥത്തിൽ. പക്ഷേ ഇന്ത്യയിൽ അങ്ങനെയല്ല, സ്ത്രീകളെ ബഹുമാനിക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് മാറ്റം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ഒരുപാട് ആളുകൾ സ്ത്രീകളോട് ബഹുമാനപൂർവ്വമാണ് ബിഹേവ് ചെയ്യുന്നത് അല്ലേ. അതല്ലാത്തവരുണ്ടെങ്കിൽ അവർക്ക് ദുർഗാദേവിയുടെ പണിഷ്മെൻറ്റ് കിട്ടട്ടെന്നേ ഞാൻ പറയുള്ളൂ. ശരി, പറഞ്ഞു തന്നത്. അപ്പോൾ ഈ റെഡ്, എന്തിനാ റെഡ് എടുക്കണേന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ റെഡ് എന്തിൻ്റെ കളറാണ്? സിന്ദൂരം. പിന്നെ അത് സ്ട്രെങ്തായിട്ട് വരികയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചുമപ്പ് അല്ലേ. ബ്രഹ്മചാരിണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാവി, റെഡ് അതൊക്കെയാണല്ലോ ഇടുക. ബ്രഹ്മചര്യം ആണ് ഈ സമയത്ത് സ്ത്രീകൾക്ക് ഉള്ളത് അല്ലേ, അവർ വിവാഹിതയായിട്ടില്ലല്ലോ. അപ്പം ഇന്നത്തെ ദിവസം ബ്രഹ്മചാരിണി ദേവീനെ ഭജിക്കുന്ന ദിവസമാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ മൊറാലിറ്റീനെ പറ്റി പറഞ്ഞില്ലേ, സ്ട്രെങ്ത്തും മൊറാലിറ്റിയും എല്ലാം വേണം. കുട്ടികളാകുമ്പോഴേ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ മുതൽ നമ്മൾ പറഞ്ഞ് കൊണ്ടുവരണം. പതുക്കെ അത് ഡെവലപ്പ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഈ സ്കൂൾസിലൊക്കെ ഇപ്പം ഇങ്ങനെ സംസാരിക്കുന്നത് വളരെ കുറവാണെന്ന് പറഞ്ഞു. ഞാനൊരു ഇത് കണ്ടതായിരുന്നേ. ഇപ്പം ആ ബുക്ക് എല്ലാവരും ഒന്നും വായിക്കുകയൊന്നും വേണ്ടെന്ന് എനിക്ക് തോന്നിപ്പോയി. ഞാനൊരു റീലിൽ കണ്ടതാണ് ഒരു ഡോക്ടർ പറയുന്നത്. ആ ഡോക്ടർ ആ ബുക്ക് വായിച്ചിട്ട് മദർ മേരി കംസ് ടു മീ എന്ന് പറഞ്ഞ് ഒരു ബുക്ക് എഴുതിയിരിക്കുന്നു നമ്മുടെ അരുന്ധതി റായ്. നിങ്ങൾ അരുന്ധതി റായുടെ ബുക്സ് എല്ലാം വായിച്ചിട്ടില്ലേ? ആദ്യത്തെ ബുക്ക് ഓക്കെ ആയിരുന്നു, എന്താ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. അതെന്തുകൊണ്ടാണ് നമുക്ക് ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ മലയാളം പദങ്ങളൊക്കെ ഒരുപാട് അതിനകത്തുണ്ട്. വളരെ സിമ്പിളായിട്ട് വായിച്ചു പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു എഴുത്താണ്. നല്ലതായിരുന്നു, അത് നല്ലതായിരുന്നു. അതിന് ബുക്കർ പ്രൈസ് വരെ പോയില്ലേ, അത് ലോങ് മാൻ പ്രൈസോ ബുക്കർ പ്രൈസ് വരെ കിട്ടിയില്ലേ അതിന്. പക്ഷേ ഇപ്രാവശ്യത്തെ ബുക്കിൽ അവരിങ്ങനെ ഒരു സിഗരറ്റ് വലിച്ചിട്ടിരിക്കുന്ന പോലെയും ആണ് അവരുടെ ആ ഒരു ബുക്ക് കവർ അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ബ്ലർബ് ഞാൻ വായിച്ചില്ല, ബട്ട് സ്റ്റിൽ ബ്ലർബ് എന്ന് പറഞ്ഞാൽ ബുക്കിനെ പറ്റിയിട്ട് ചെറിയ സംക്ഷിപ്ത രൂപം പുറയിലുണ്ടാവില്ലേ, അത് അവർ പറയുന്ന കുറേ ടോക്സൊക്കെ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഓക്കെ അവരുടെ അമ്മ ചെയ്ത കാര്യങ്ങൾ പറയുന്നുണ്ട്, ഇവരോട് എങ്ങനെയായിരുന്നു ആ അമ്മ എന്നൊക്കെ തുറന്ന് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അമ്മ മരിച്ചുമില്ലേ, പിന്നെ എന്തും പറയാമല്ലോ ഇനിയിപ്പോൾ. അപ്പോൾ വേറെ ഒരു
കാര്യം അതിൽ അവർ പറഞ്ഞിരിക്കുന്നത്, ഈ സ്ത്രീകളുടെ അടിവസ്ത്രമില്ലേ, ഈ അടിവസ്ത്രം കാണുമ്പോൾ ഈ ബോയ്സ് കിടന്ന് ഒച്ചെടുക്കുമെന്ന്, അങ്ങനെ ഹി എന്താ നീ ഇട്ടിരിക്കണത്, അങ്ങനെ ഇങ്ങനെ കളിയാക്കുകയൊക്കെ ചെയ്യുമെന്ന് ഈ ടീനേജ് ബോയ്സ് ആ അമ്മയുടെ സ്കൂളിൽ. അപ്പോൾ ഈ അമ്മ എന്ത് ചെയ്തു എന്നറിയാവോ, എല്ലാ അസംബ്ലിയിൽ ഒരു ബ്രേസിയറും കൊണ്ട് ചെന്നിട്ട് ഇത് കാണിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്കറിയണോ പെൺകുട്ടികളെ എന്തിനാ ഇത് ഇടുന്നതെന്ന്, അവരുടെ അവയവത്തിന് താങ്ങി നിർത്താനാണ്, അതൊരു മസിലാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചു എന്ന്, ഇത് ഞാൻ ഇടുന്നതാണെന്ന് പറഞ്ഞിട്ട് അവരുടെ വലിയ ബ്രേസിയർ കാണിച്ചു എന്ന്. അപ്പോൾ അവർ ഒരു തരത്തിലുള്ള അമ്മ, മനസ്സിലായില്ലേ? അപ്പം ഞാൻ എന്തിനാ പറഞ്ഞതെന്ന് വെച്ചാൽ, സ്ട്രോങ് ആയിട്ട് വരണം സ്ത്രീകൾ, ചെറുപ്പം മുതൽ അതെല്ലാം പഠിച്ച് വരണം എന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും നമ്മൾ എവിടെയാണ് ഒരു ഡിവൈഡർ വെക്കേണ്ടതെന്ന് അമ്മമാർ പറഞ്ഞു കൊടുക്കണം. അമ്മമാർ പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞാൽ, ഞാൻ എപ്പോഴും പറയാറില്ലേ, എൻ്റെ അമ്മ പറയും ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ച് സ്ഥലത്തിൽ നിൽക്കാവുള്ളൂ, അടുത്ത് ചെന്നാൽ എന്താണ് സംഭവിക്കുക എന്നും കൂടെ പറയണം. അത് നമ്മൾ ഇന്നത്തെ അമ്മമാർ പറയേണ്ടതാണ് അല്ലേ? അപ്പോൾ ഇന്നത്തെ ദിവസത്തിൽ ഞാൻ ബ്രഹ്മചാരിണിയെ പറ്റി പറഞ്ഞു തുടങ്ങുമ്പോൾ, ബ്രഹ്മചാരിണി എന്ന് പറയുന്ന പാർവതി ദേവി എന്താ ചെയ്തതെന്നറിയോ? പാർവതി ദേവിക്ക് ശിവനെ തന്നെ ഭർത്താവായിട്ട് കിട്ടണം, മഹാദേവനെ ഭർത്താവായിട്ട് കിട്ടാൻ എന്ത് ചെയ്യണമെന്ന് നാരദനോട് ചോദിക്കുമ്പോൾ നാരദർ പറയും, അതിന് ഒരുപാട് കഷ്ടങ്ങളുണ്ട്, നല്ലപോലെ പെനൻസ് അനുഷ്ഠിക്കണം, അതെല്ലാം ചെയ്യാതെ അങ്ങോട്ട് അടുപ്പിക്കൂല. കാരണം പുള്ളിക്കാരൻ സതീദേവി മരിച്ചുപോയ ദുഃഖത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം പാർവതി ദേവി സതീദേവിയുടെ ഇൻകാർണേഷനാണ്, പുനർജന്മമാണ്. പക്ഷെ ഒന്നും അദ്ദേഹത്തിന് അതൊന്നും അറിയേണ്ട ആവശ്യമില്ല, ഈ എൻഡ്യൂറൻസ് ഉണ്ടോ എന്ന് അറിയണം. ഈ മഹാദേവനെ പ്രാപിക്കണമെങ്കിൽ അത്ര പ്രയാസമാണെന്ന് പറഞ്ഞു കൊടുക്കും നാരദ മഹർഷി. അപ്പോൾ പാർവതി ദേവി പറയും, ഞാൻ ഇതെല്ലാം ചെയ്യാനായിട്ട് ഒരുക്കമാണെന്ന് പറഞ്ഞിട്ട് കാട്ടിൽ പോയിട്ട് തപസ്സിരിക്കുകയാണ്. അങ്ങനെ തപസ്സിരുന്ന് മഹാദേവൻ വരുന്നു, കല്യാണം കഴിക്കുന്നു അല്ലേ? അതാണ് ബ്രഹ്മചാരിണിയുടെ ഒരു പ്രിസിവിയറൻസ്. അതാണ് ആ റെഡ്, നല്ല കരുത്തോടു കൂടി നിൽക്കുകയാണേ ദേവി. അതുകൊണ്ട് നമുക്ക് ഇന്ന് പാർവതി ദേവിയുടെ ആ ഫോമിനെ നമുക്ക് കുമ്പിടാം അല്ലേ? അപ്പം നവരാത്രി ദിവസങ്ങളിൽ ഓരോ കഥകൾ ഞാനിത് പറയും എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞാണ് കേട്ടോ. പിന്നെ ഈ ഗോൾഡിൻ്റെ വില കൂടുന്ന കണ്ടില്ലേ, ആ ഗോൾഡ് കുറച്ച് മേടിച്ച് വെച്ചോളൂ കേട്ടോ നിങ്ങളെന്ന് ഞാൻ പറയുമ്പോൾ എല്ലാവരും പറയും, ചേച്ചി 10,000 രൂപ ശമ്പളം കിട്ടുന്നവർ എങ്ങനെ ചേച്ചി ഗോൾഡ് മേടിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഇല്ലേ, സിൽവർ വാങ്ങിച്ചോളൂ. കാരണം ഒരാൾ എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു, ഡയമണ്ടിൻ്റെയും പിന്നെ മറ്റ് മെറ്റൽസിൻ്റെയൊക്കെ കാര്യം പറയുമോ എന്ന് ചോദിച്ചു. ഇതിനകത്ത് ആരാ ചോദിച്ചത്, ആരാണോ ഒരു കമൻറ്റ് വന്നായിരുന്നു കേട്ടോ, പേര് മറന്നുപോയി. പിന്നെ എന്താണ്, അതെനിക്കറിയില്ല കേട്ടോ. പ്ലാറ്റിനം, അതിൻ്റെ ഒന്നും റീസെയിൽ വാല്യൂ ഒന്നും അറിയില്ല, അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് തൊടാത്തത്, അതാണത് പറയാത്തതും. പിന്നെ നമ്മൾ ഇന്ന് നോളജ്, നമ്മൾ സ്ത്രീകൾ പഠനം അതെല്ലാം ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് കേട്ടോ. നമ്മൾ പഠിക്കുന്ന സമയത്ത് പെൺകുട്ടികൾ പഠനം തന്നെയായിരിക്കണം. നമ്മളുടെ ഹോർമോൺസൊക്കെ നമ്മളെ പിടിച്ച് വലിക്കും, പല കാര്യങ്ങളിലേക്ക് പോകാനൊക്കെ ആയിട്ട് നമുക്കങ്ങനെ തോന്നിപ്പോകും. പക്ഷേ അതിന് വേണ്ടിയിട്ടാണ് അമ്മമാർ ഈ വീണ പഠിപ്പിക്കുക, ഡാൻസ് പഠിപ്പിക്കുക, പാട്ട് പഠിപ്പിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് തിരിച്ചു വിടുക അവരുടെ ശ്രദ്ധ കേട്ടോ. ഈ സമയത്താണല്ലോ എൻറോളൊക്കെ ചെയ്യിപ്പിക്കേണ്ടത്. നിങ്ങളുടെ കൊച്ചുമക്കളെയൊക്കെ കൊണ്ടുപോയി, എൻ്റെ മോളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ശോഭനയുടെ സ്കൂളിലാണ് അവൾ കുറേ നാൾ പഠിച്ചത്. പിന്നെ അവിടെ എന്താണെന്നറിയോ, ശോഭനയുടെ സ്കൂളിൽ നമ്മൾ ഈ ശോഭനയോടുള്ള ആരാധന മൂത്തിട്ട് അവിടെ പോകുമ്പോൾ ശോഭന അധികം ഒന്നും പഠിപ്പിക്കില്ല, അവർക്ക് അതിനുള്ള നേരം ഉണ്ടാവില്ല, കുറച്ചൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഈ നവരാത്രി സമയത്തൊക്കെ പൂജയ്ക്കൊക്കെ ഉണ്ടാവും, അത് കഴിഞ്ഞ് പിന്നെ അവിടെയുള്ള പെൺകുട്ടികളൊക്കെയാണ് പഠിപ്പിക്കുക. ഭയങ്കര റൂഡായിരുന്നു അവർ. ശോഭനയുടെ കാര്യം എനിക്ക് അത്ര ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അത്രയല്ല, അവർക്ക് അതിനുള്ള സമയമേ ഉള്ളൂ. ഇത്രയും പേരെ എങ്ങനെയാണ് അവർ ഗുരുകുല വിദ്യാഭ്യാസം പോലെ ചെയ്യാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് പഠിച്ചിട്ടുണ്ട്. അത് എന്തിനാന്ന് വെച്ചാൽ നമ്മളുടെ ശരീരത്തിൻ്റെ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വേറെ ചിന്തകളിലേക്ക് പോകാൻ പാടില്ല തന്നെ ആ കൗമാരപ്രായത്തിൽ. അപ്പോൾ കൗമാരപ്രായത്തിലുള്ള മക്കൾ പഠനത്തിലാണ് ഇപ്പോഴത്തെ കാലത്ത് ശ്രദ്ധ ചെലുത്തേണ്ടത്. ഈ നവരാത്രി കാലത്ത് തുടങ്ങിക്കോളൂ, ഒരു എന്തെങ്കിലും ഒരു ഇൻസ്ട്രുമെൻ്റ് വായിക്കാനോ, ഡാൻസ് പഠിക്കാനോ, ഭരതനാട്യമോ മോഹിനിയാട്ടമോ എന്തെങ്കിലും, കഥകളിയോ എന്തായിക്കോട്ടെ, എന്തെങ്കിലും ഒന്ന് ഇറങ്ങി കുട്ടികളെ കൊണ്ടുപോകും കേട്ടോ. അത് ചെയ്യണം. എനിക്കൊക്കെ വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു ആ സമയത്ത്. ആശാ ശരത്തിൻ്റെ അമ്മയില്ലേ, കലാമണ്ഡലം സുമതി ടീച്ചർ, അവരാണ് ആദ്യമായിട്ട് പെരുമ്പാവൂർ ഡാൻസ് സ്കൂൾ തുടങ്ങിയത്. അപ്പോൾ അവിടെ അമ്മയുടെ സ്കൂളിൽ നല്ലൊരു
ഇതുള്ള ഒരു കുട്ടീനായിരുന്നു, മായ റാണി എന്ന് പറഞ്ഞിട്ട്. എവിടെയാണോ അവരൊക്കെ. അപ്പം 25ാമത്തെ വർഷം സ്കൂളിൻ്റെ ആഘോഷത്തിൽ ആ ചേച്ചി 10ലായിരുന്നു. ഞാനൊക്കെ കുട്ടിയാണ്, 5ലൊക്കെ ആയിരിക്കും. ഞാൻ അമ്മയുടെ സ്കൂളിലല്ല പഠിച്ചത്, ഞാൻ വേറൊരു കോൺവെൻറ്റിലാണ് പഠിച്ചത്. അപ്പോൾ അമ്മയുടെ സ്കൂളിൻ്റെ ആ ബുക്കിൻ്റെ മുഖചിത്രമായിട്ട് ആ മായ റാണി എന്ന് പറഞ്ഞ ചേച്ചിയായിരുന്നു. എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. ഞാൻ എപ്പോഴും എല്ലാവരോടും ചോദിക്കുന്നുണ്ട്, എവിടെയെങ്കിലും ഉണ്ടോ, അറിയാവോ എവിടെയാണെന്നൊക്കെ. അവരിപ്പോൾ എവിടെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഡാൻസിൻ്റെ ഭയങ്കര നല്ല പോസ്റ്റായിട്ട് ഇങ്ങനെ കാലൊക്കെ പൊക്കി നിൽക്കുന്ന ഒരു പോസ്ചർ ചെയ്തിട്ട് അതായിരുന്നു മുഖചിത്രം. ഈ ബുക്ക് ഉണ്ടാവില്ലേ, എന്താ പറയുക, സിൽവർ ജൂബിലി പതിപ്പ് എന്ന് പറഞ്ഞ ബുക്സ് ഇടൂലേ അതിൽ. അപ്പോൾ അതിനകത്ത് നിഷ ചേച്ചി എൻ്റെ ഭയങ്കര ഇഷ്ടമായിട്ടാണ് എനിക്ക് മാനി ചേച്ചി എന്ന് പറഞ്ഞിട്ട്. അമ്മയുടെ സ്കൂളിൽ ഇനിയൊരു ടീച്ചറിൻ്റെ മകളാണ് മാനി ചേച്ചി. ഒരു കവിതയൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു, അത് മാനി എന്ന് തന്നെ എഴുതിയിരുന്നത്. അപ്പോഴാണ് ഞാൻ ചോദിച്ചത്, അപ്പോൾ ചേച്ചിയുടെ പേര് നിഷ എന്നല്ലേ, ചേച്ചി എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇട്ടതെന്ന് ചോദിച്ചപ്പോൾ അത് മോളെ അതിനാണ് പെൻ നെയിമാണ് അതിൻ്റെ എന്ന് പറഞ്ഞത്. മനസ്സിലായില്ലേ? അങ്ങനെയൊക്കെ കുഞ്ഞു കുഞ്ഞു അറിവുകൾ ആ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് ഓരോന്നും ഇൻക്വിസിറ്റീവായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ ഉത്തരം പറയുക. ഇവളൊരു ക്വസ്റ്റ്യൻ മാർക്കാണ് എപ്പോഴും എന്ന് പറയാതെ, ക്വസ്റ്റ്യൻ മാർക്ക് നല്ലതാണ്. കുട്ടി ഇൻക്വിസിറ്റീവായിട്ടിരിക്കുന്നത് നല്ലതാണ്. നാരദനോട് പോയി പാർവതി ദേവി ഇൻക്വിസിറ്റീവായിട്ട് ചോദ്യങ്ങൾ ചോദിച്ച് കാര്യം മനസ്സിലാക്കിയ ദിവസമല്ലേ, കാര്യം മനസ്സിലാക്കിയ ആ ഒരു ഇറയല്ലേ, എന്താ ബ്രാഹ്മണി ആയിട്ട് ഇരിക്കുന്നത്, ബ്രഹ്മചാരിണിയായിട്ട് ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ നവരാത്രി ദിവസങ്ങൾ ഈ കുട്ടികളുടെ കയ്യിലുള്ള ഈ വാസനകൾ, മറ്റ് സൗകുമാര്യ കലകളൊക്കെ വളർത്താനായിട്ട് ഉപയോഗിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ടോക്ക്. പിന്നെ ഞാൻ എടുത്തു വെച്ച ഒരു കഥ എന്താണെന്ന് വെച്ചാൽ, എനിക്ക് നിങ്ങളുടെ അടുത്തത് പല പ്രാവശ്യം ഞാൻ പറയണമെന്ന് വിചാരിച്ച് എടുത്തു വെച്ചായിരുന്നേ. അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ, ഇപ്പം ഞാനിപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റൈലിൽ വന്നു എന്ന് വിചാരിച്ചു. ഞാനിങ്ങനെ ഒരു കമ്മലിട്ടു, കുറച്ച് വളയൊക്കെ ഇട്ടു, ഇങ്ങനെ ഇട്ട് വന്നെന്ന് വെച്ചാൽ വേറെ ആരെങ്കിലും അങ്ങനെ ചെയ്തു എന്ന് കരുതിയിട്ട് എനിക്ക് ദേഷ്യം തോന്നേണ്ട കാര്യമൊന്നുമില്ല. കാരണം എന്താണെന്നറിയോ, ഞാനിത് സ്വന്തമായിട്ട് ഉണ്ടാക്കിയതല്ല. ഞാനും എവിടെയെങ്കിലും ആരുടെയെങ്കിലുമൊക്കെ ബുക്കോ ഫോട്ടോ ഒക്കെ കാണുമ്പോൾ കൊള്ളാമല്ലോ, ഇത് ഇന്നൊന്ന് ഇട്ട് നോക്കണമല്ലോ പറയാൻ കാരണം, ഇന്ന് എൻ്റെ മോള് ഷെഫാളി ഛായ എന്ന് പറഞ്ഞ ഒരു ലേഡിയുണ്ട്. നിങ്ങളൊക്കെ അറിയാമായിരിക്കും. വളരെ നല്ല ഒരുപാട് വെബ് സീരീസിലും വളരെ നല്ല സിനിമകളിലും ആർട്ട് മൂവീസിലൊക്കെ ടൈപ്പിലാണ് അവർ വരുന്നത്. നമ്മുടെ പണ്ടത്തെ ഷബാന ആസ്മി പോലെ. പുള്ളിക്കാരത്തിയുടെ ഒരു പിക്ചർ അയച്ചു തന്നിരുന്നു എനിക്ക്. ഇങ്ങനെ ഇവിടെ കുങ്കുമം ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ചുമപ്പ് വെച്ചിട്ട്, ഞാൻ അപ്പോൾ ഇതാണ് ഇങ്ങനെ ഞാൻ തൊട്ടു. ഞാൻ പറഞ്ഞു, ആ മോളെ അമ്മ ഇത് ചെയ്യാൻ പോയി ഇന്നെന്ന് പറഞ്ഞു. ഇതുപോലെ റെഡൊക്കെ ഇട്ടിട്ട് ഞാനപ്പോൾ ഇന്ന് അങ്ങനെ വന്നിരുന്നു. എനിക്ക് എന്താ ഞാൻ പറഞ്ഞു വരുന്നത്, എന്നാൽ നമ്മൾ വേറൊരാളെ കണ്ടിട്ട് ആണ്, അതൊരു ആർട്ടിസ്റ്റാണ്, അവരതിനാണ് അങ്ങനെ ഇടുന്നത്. അപ്പോൾ എനിക്ക് ആ കൊള്ളാലോ എന്നൊന്നും ഞാൻ അങ്ങനെ ഇട്ടു. അപ്പോൾ എന്നെ കാണുമ്പം ഇപ്പം നിങ്ങൾ ആർക്കെങ്കിലും ചേച്ചി എങ്ങനെ ഇട്ടിട്ടുണ്ട്, നന്നായിട്ടുണ്ടല്ലോ, ഞാനും ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ എന്ന് ശ്രമിച്ചു നോക്കുന്നതിൽ എനിക്കെന്തിനാ ദേഷ്യം തോന്നേണ്ട ആവശ്യം? അങ്ങനെ ഒരിക്കലും ഇല്ല. മറ്റുള്ളവരെ കോപ്പി അടിക്കരുതെന്ന് ഞാൻ പറയാറുണ്ട്. അത് കോപ്പി അടിക്കുന്നത് ഇങ്ങനെ ഡ്രസ്സിങ്ങും ഇത് മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. കോപ്പി എന്ന് പറയുന്നത് ഐഡിയാസ് കോപ്പി അടിക്കുക, എല്ലാത്തിനും അതൊരു ജലസിയുടെ ഒരു രൂപം തോന്നും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കോപ്പി അടിക്കരുതെന്ന് പറഞ്ഞത് കേട്ടോ. ഇത്തരത്തിലുള്ള സ്റ്റൈലൊക്കെ കോപ്പി അടിച്ചെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ അതെന്തുകൊണ്ടാണ് അങ്ങനെ കുഴപ്പമില്ല എന്ന് ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, ഐഡിയാസ് എന്ന് പറഞ്ഞത് എവിടെയെങ്കിലും ആദ്യം മുള പൊട്ടിയതായിരിക്കും. അവിടെ നിന്ന് ഇങ്ങനെ പകർന്ന് കോപ്പി അടിച്ചായിരിക്കും വരണത്. പക്ഷേ എന്ന് കരുതി ഇപ്പം ഞാൻ ഈ ഉടുക്കുന്ന പോലെ ആയിരിക്കില്ല നിങ്ങൾ ഉടുക്കുമ്പോൾ, ചിലപ്പോൾ അതിൽ നല്ല ഭംഗിയായിരിക്കും. ഇതേ കളർ വേറൊരാൾ ഉടുത്ത് കഴിയുമ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് കേട്ടോ, കരിം പച്ച കളറൊക്കെ ഞാൻ ഇടുമ്പോൾ എനിക്ക് അത്ര ഒരു സ്യൂട്ടബിളായിട്ട് തോന്നാറില്ല. അതേസമയം എൻ്റെ കസിൻ്റെ വൈഫ്, ഞാൻ എപ്പോഴും പറയില്ല ഞങ്ങൾ ക്ലോസ് ആണ്, ശ്രീദേവി ചേച്ചി, ഫെയർ എന്ന് പറഞ്ഞാൽ ഫെയറാണ്. വെളുപ്പും കറുപ്പും പറയാൻ പാടില്ല എന്ന് പറയും, പക്ഷേ സ്കിൻ കളർ എങ്ങനെയാണ് കളറിനോട് മാച്ചിങ് എന്ന് കാണിക്കുന്നത് കേട്ടോ. എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്, എന്നെ കാണാനും എന്നോട് സ്നേഹവും ഒക്കെ എനിക്ക് വളരെയധികം ഉണ്ട്. അത് നിങ്ങൾ ഓരോരുത്തരും അങ്ങനെയായിരിക്കണം. പറഞ്ഞു വന്നത്, ചില കളറുകൾ ചിലർക്കേ ചേരുള്ളൂ, ചില സ്കിൻ ടോണിനെ ചേരുള്ളൂ, എല്ലാവർക്കും ചേരില്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഓക്കെ, അപ്പോൾ അതൊക്കെ, അപ്പോൾ അത് ഞാൻ കോപ്പി അടിച്ചാൽ ശരിയാവില്ല. ആ കളറൊക്കെ ഞാൻ എടുത്തിട്ടാൽ ശരിയാവില്ല. അപ്പോൾ എന്താ, അതുകൊണ്ടാണ് എൻ്റെ അമ്മ എപ്പോഴും പറയും ഏച്ച് കെട്ടിയാൽ മുളച്ചിരിക്കുന്നത്. അത് കറക്റ്റ്. പക്ഷെ നമുക്ക് ചേരുന്നത്, ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഇത് ചേരുമെങ്കിൽ നിങ്ങളത് ഇടുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഞാൻ ഈ ചെയ്യുന്നത് ഏറ്റവും എന്ന് കരുതി
മനസ്സിലായോ? എന്തിനാ അത് പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മൾ എന്ത് ചെറിയ ഒരു അറിവോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു, നിങ്ങൾ പോയിട്ട് വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ കൊടുക്കുമ്പോൾ പക്ഷേ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണം. ചേച്ചി പറഞ്ഞില്ലേ അവിടുന്ന് കേട്ടോ നമുക്ക് കിട്ടിയത്. അപ്പം ഞാൻ പറയാണ്, ഞാനിത് വിവേകാനന്ദ സ്വാമികളുടെ കഥ കേട്ടതാട്ടോ ഒരു പോഡ്കാസ്റ്റിൽ. പിന്നെ ആ ഡോക്ടർ പറഞ്ഞ കഥയാണ് കേട്ടോ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അങ്ങനെയൊക്കെ ഞാൻ പറയുന്നില്ലേ, അതെന്തിനാണെന്ന് വെച്ചാൽ ഗുരുത്വം മേടിക്കാനാണ് കേട്ടോ. ഗുരുത്വം. ഇന്ന് 2-ാം ദിവസം നവരാത്രി, നിങ്ങളുടെ ടേക്ക് അവേ ആണ് ഗുരുത്വം വാങ്ങിക്കുക. അപ്പോൾ ഒരു അക്നോളജ്മെൻറ്റ് കൊടുക്കുക. നിങ്ങൾക്കൊരു ചെറിയ നഴ്സറി ക്ലാസ്സിൽ ഈ പറഞ്ഞു തന്ന ഒരു അമ്മയെപ്പോലും ഒരു മിസ്സിനെ പോലും നിങ്ങൾ മറക്കാതിരിക്കുക കേട്ടോ. അങ്ങനെയുള്ളൊരു ഗുരുത്വം നമ്മൾ ഈ നവരാത്രി കാലത്ത് വാങ്ങിച്ചെടുക്കണം. അപ്പോൾ എൻ്റെ കാര്യത്തിൽ ഞാൻ അങ്ങനെ പല കാര്യങ്ങളും ഞാൻ അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ പറയാറുണ്ട്. ഞാനിത് മെൽ റോബിൻസ് എന്ന് പറഞ്ഞ എന്നെപ്പോലെ ഒരു വക്കീലായിരുന്നു. എന്നിട്ട് അവരത് നിർത്തി പോഡ്കാസ്റ്റൊക്കെ തുടങ്ങിയ ആളാണ്. അവരുടെ അടുത്ത് നിന്ന് കിട്ടുന്നതെന്ന് ഞാൻ പറയാറില്ലേ, ലെറ്റ് ഗോ എന്ന് പറഞ്ഞ പ്രിൻസിപ്പിൾ. അത് ഞാൻ എന്തിനാണ് ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ, ആ ഗുരുത്വമാണ് നമ്മളെ ഓരോ അടി വെച്ച് നമുക്ക് ഹെൽപ്പ് ചെയ്യുക. നമുക്ക് ആ ഗുരുത്വം പങ്കിടുമ്പോൾ നമ്മളത് മേടിച്ചെടുക്കാൻ ശ്രമിക്കണം. ഞങ്ങളുടെ വല്യമ്മച്ചിയെ, അമ്മയുടെ ചേച്ചി എപ്പോഴും പറയും, എടി കുറേ ആൾക്കാരുണ്ട്, എവിടെ അവരൊക്കെ നമ്മൾ ഈ കല്യാണത്തിനൊക്കെ പോകുമ്പോഴേ ഈ ഇത് കൊടുക്കൂലേ, ദക്ഷിണ ഇങ്ങനെ ഇലയിൽ വെച്ചിട്ട്. അപ്പോൾ ആ സമയത്ത് ചിലരെയൊന്നും കാണൂല. അപ്പോൾ പറയാണ് കേട്ടോ, ഇതൊക്കെ എവിടെ പോയി കിടക്കണേ, ഗുരുത്വം പങ്കിടാൻ നേരത്തെ വിളിച്ചാൽ കടപ്പുറത്ത് പോണ പാർട്ടിയാന്ന് പറയുന്നു പറഞ്ഞാൽ. പണ്ടൊക്കെ കടപ്പുറത്താണ് അവർ ബാത്റൂമിൽ പോകാനൊക്കെ പോവുക, പഴയ കാലത്ത് ഇങ്ങനെ ടോയ്ലറ്റ്സ് ഒന്നും ഇല്ലാത്ത സമയത്തെ. അപ്പം അങ്ങനെ ഒരു സേയിങ് ഉണ്ടായിരുന്നു. അവനെയൊക്കെ വിളിച്ച് എന്തെങ്കിലുമൊക്കെ അനുഗ്രഹം കൊടുക്കാനായിട്ട് അമ്പലത്തിൽ വല്ല പ്രസാദമൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് വിളിക്കുമ്പോൾ കണ്ടില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞോളെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഈ 9 ദിവസത്തിൽ നമ്മൾ നമുക്ക് എത്രത്തോളം നമുക്ക് ഇത് ബ്ലെസ്സിങ്സ് ഇൻവോക്ക് ചെയ്യാൻ പറ്റുമോ അത് ഇൻവോക്ക് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ടേക്ക് അവേ എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്ക് 2 അക്ഷരം പറഞ്ഞു തന്നവരെ നമ്മൾ ഓർക്കുക. 2 അക്ഷരം മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചത്, എന്തറിവോ, കുഞ്ഞറിവായിക്കോട്ടെ. പല അറിവുകളും നമുക്ക് പലരിൽ നിന്ന് കിട്ടുന്നുണ്ട്. അവർ വലിയ പണ്ഡിതനായിരിക്കുകയില്ല, എന്നാലും പല അറിവുകളും പലതിൽ നിന്നും കിട്ടുന്നതുണ്ടല്ലേ. ആ അറിവുകൾ ആര് പറഞ്ഞതാണെന്നുള്ളത് നിങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ പറയുക. എന്തിനാന്ന് പറയട്ടെ ഞാനിത് പറഞ്ഞത്. ഒരു ദിവസം അത് പറയണോ? ഇന്നിപ്പോൾ നവരാത്രിയല്ലേ, പറയാമല്ലേ. എനിക്കത് ഇവിടെ വരെ വന്നതാ, പറഞ്ഞേക്കാം. ഒരു പ്രാവശ്യമില്ലേ, ഞാനൊരാൾക്ക് പറഞ്ഞു കൊടുത്തു. അവരെന്നോട് വളരെ ക്ലോസ് ആണ് കേട്ടോ, ഫ്രണ്ട്സൊന്നുമല്ല, റിലേറ്റീവാണ്. അപ്പോൾ അവർ പറഞ്ഞു, ഇങ്ങനെ എന്തൊക്കെയാണ് ആകെ ചെയ്യുക, ഇങ്ങനെ ഇത് ഡിവൈനായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് നല്ലതാണ്, ഈ ഗായത്രി മന്ത്രം നല്ലതാണെന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ എനിക്കത് എല്ലാവർക്കും അത് പറയണമെന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞ് പിന്നെ കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ, 2-3 വർഷം കഴിഞ്ഞപ്പോൾ, ഞാൻ പറഞ്ഞു കൊടുത്ത ആളുടെ ഹസ്ബൻഡ് ഇത് പ്ലേ ചെയ്ത് വെച്ചേക്കാണ് ഒരിടത്ത്, ഞാനിരിക്കുന്നിടത്ത്. എന്നിട്ട് എന്നെ വിളിച്ചിട്ട് പറയണേ, നിങ്ങൾക്ക് ഇതൊന്നും അറിയില്ല അല്ലേ? എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഇതൊന്നും അറിയില്ല അല്ലേ? എൻ്റെ വൈഫ് ഇതൊക്കെ കേൾക്കും, അവളാ പറഞ്ഞത് ഇതൊക്കെ മൊബൈലിൽ വെച്ചിട്ട് വേണം പോകാമെന്ന്. ഞാൻ പറഞ്ഞു ശരി. ആ കുട്ടിക്ക് ആരാ പറഞ്ഞു കൊടുത്തത് എന്ന് ചോദിച്ചപ്പോൾ, അതറിയില്ല, അവൾക്ക് നല്ല വിജ്ഞാനമുണ്ട് കേട്ടോ. പക്ഷെ ഭർത്താവ് ഇങ്ങനെ ആയിരിക്കണം, ഭാര്യനെ ഇങ്ങനെ പൊക്കിക്കൊണ്ട് നടക്കണം കേട്ടോ. അപ്പം അന്നേരം ഞാൻ വിചാരിച്ചാ പോട്ടെ. പക്ഷെ ഞാനിപ്പോൾ ഇതിൽ പറഞ്ഞപ്പോൾ കേൾക്കുന്ന ആൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞാനപ്പോൾ നിങ്ങളോട് പറഞ്ഞു തരികയാണേ, നമ്മൾ പോകുന്ന വഴിക്കും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ നമുക്ക് നുറുങ്ങുകൾ കിട്ടും. അത് പക്ഷേ അവരോട് തന്നെ തിരിച്ചു കൊണ്ടുപോയി ഇങ്ങനെ ചെല്ലുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ, എൻ്റെ പണ്ടത്തെ സ്വഭാവമൊക്കെ ആണെങ്കിൽ ഞാൻ ചോദിക്കും, മനുഷ്യ ഇത് ഞാനാണ് നിങ്ങളുടെ ഭാര്യയ്ക്ക് പറഞ്ഞു കൊടുത്തതെന്ന് പറയും. എൻ്റെ ഒരു അടുത്ത റിലേറ്റീവാണ് കേട്ടോ. നിങ്ങൾ ഗസ് ചെയ്തു ആരാണെന്ന്, ആരെങ്കിലും ആവട്ടെ അല്ലേ. പക്ഷേ ഞാൻ പറയുന്നത്, അപ്പോൾ എൻ്റെ അമ്മയോട് ഞാൻ ഈ കഥ പറഞ്ഞപ്പോൾ അമ്മ പറയണേ, നിനക്കെന്താ ഇത്ര നിർബന്ധം, നീ തന്നെ അത് പറഞ്ഞു കൊടുത്തതെന്ന് അവർ പറയണമെന്ന് എന്താ നിർബന്ധം എന്നോട് ചോദിച്ച്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കൊരു രസം, ഞാനത് പറഞ്ഞു കൊടുത്തതാണെന്ന് പറയുമ്പോൾ എൻ്റെ അറിവിൽ എനിക്കൊരു തോളിലിങ്ങനെ തട്ടൽ കിട്ടില്ലെന്ന് വെച്ചപ്പോൾ അമ്മ പറയാം, ദാറ്റ് ഈസ് റോങ്. എന്തിനാ നിനക്ക് അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല മോളെ. അമ്മ പറയുന്നതിൽ കാര്യമുണ്ട്. പക്ഷേ എനിക്ക് തോന്നും ചില സമയങ്ങളിൽ ചില സ്ഥലത്ത് ഇങ്ങനെ നമ്മളെ അക്നോളജ് ചെയ്തെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നും.
പക്ഷേ അത് ഞാൻ പ്രതീക്ഷിക്കുന്നത് കൊണ്ട് ഞാൻ മറ്റുള്ളവർക്ക് ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇപ്പം എനിക്ക് വേറൊരാൾ പറഞ്ഞു തന്ന കാര്യങ്ങൾ ഞാനത് മറ്റുള്ളവർ ഇപ്പം ഞാൻ ഈ വിഷ്ണു സഹസ്രനാമം, ലളിത സഹസ്രനാമം ഇതൊക്കെ പഠിച്ചത് ഞാൻ ലോ കോളേജിൽ പോകുമ്പോഴേ ഞാനിത് പറയുമായിരുന്നു കേട്ടോ. ഇത് ഞാൻ പഠിച്ചത് ജ്യോതിഷരത്നം വായിച്ചിട്ടാണ്. അത് ആ സമയത്ത് ആരും പറഞ്ഞു തന്നിട്ടില്ല. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ മദ്രാസിൽ ചെന്ന് ജീവിതം സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവിടുത്തെ ആൻറ്റി ഉണ്ടല്ലോ, ഞാൻ താഴെ താമസിക്കുന്ന മുകളിൽ താമസിക്കുന്ന ആൻറ്റി ജയലക്ഷ്മി ആൻറ്റി പറഞ്ഞു തന്നാണ് എല്ലാ ഭാരവും ദൈവത്തിൻ്റെ മുകളിലേക്ക് ഇടുവാക, എല്ലാ ഭാരവും ദൈവം നോക്കിക്കോളും. അവരിങ്ങനെയാണ് പറയണേ, എല്ലാ ഭാരത്തെയും സ്വാമി മേലെ പോടുങ്കോ സ്വാമി പാത്തുപ്പാങ്ക, അങ്ങനെ പറയും. അപ്പോൾ അവർ ഈ ലളിത സഹസ്രനാമം വായിക്കും, ഇത് വായിക്കും, വ്യാഴാഴ്ച വിഷ്ണു സഹസ്രനാമം വായിക്കും. അപ്പം ഞാനിതെല്ലാം വായിക്കുന്നത് കണ്ടപ്പോൾ അവർ പറഞ്ഞു വളരെ നല്ലതാണ്, ഇതിന് കൊണ്ടുതരാവുന്ന കരുത്ത്, ലളിത സഹസ്രനാമത്തിന് കൊണ്ടുതരാവുന്ന കരുത്ത് വേറെ ഒന്നിനും പറ്റില്ല എന്ന്. അപ്പം നിങ്ങൾ ലളിത സഹസ്രനാമം വായിക്കുക, ദേവി മഹാത്മ്യം ഗ്രന്ഥം വാങ്ങിച്ച് പാരായണം ചെയ്യുക. ഞാൻ ഈ നവരാത്രി കാലത്ത് ഇതൊക്കെ ഒന്ന് പറയും കേട്ടോ. കുറേ പേര് എൻ്റെ അടുത്ത് എൻ്റെ ക്രിസ്ത്യൻ ഫ്രണ്ട്സൊക്കെ അവർ പറഞ്ഞു പറഞ്ഞോളൂ ആകാം, എല്ലാവർക്കും ഇഷ്ടാവും, നിങ്ങൾ പറയൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഭക്തി യാത്രയിൽ കൂടി പോകുമ്പോൾ 2 വർഷമായി ഞാനിപ്പോൾ ഈ പോഡ്കാസ്റ്റ് നടത്തുന്നു. പക്ഷേ ഞാൻ എന്താണ് ഭക്തി മാർഗത്തിൽ ചെയ്യുന്നതെന്ന് ഞാനങ്ങനെ പറയാറില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ ഈ പ്രാവശ്യം അത് പറയുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ മാ ബ്രഹ്മചാരിണിയുടെ പാദങ്ങളിൽ നമസ്കരിക്കുന്നു. ഓക്കെ, നാളെ വരാം കേട്ടോ, 3-ാം ദിവസം സ്റ്റോറിയായിട്ട്.